പ്രൊഡക്റ്റോ സർവീസോ കാര്യം ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഫസ്റ്റ് പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നു. ഫസ്റ്റ് മീനിങ് ഫുള്ളായിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നു. പക്ഷേ അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കിട്ടുന്നു. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ ട്രെയിൻ അവർ സെൽഫ് ചെയ്യുന്നു, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നു. എന്തിന്? ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ള 2 റിസോഴ്സസാണ് ടൈം ആൻഡ് എനർജി. വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള 2 റിസോഴ്സും കൂടിയാണത്. ഈ 2 യൂസ്ഫുൾ റിസോഴ്സിൻ്റെ എഫക്റ്റീവായിട്ടുള്ള യൂസ് ആയിരുന്നു നമ്മൾ ട്രഡീഷണലായിട്ട് ശീലിച്ച് പോന്നിരുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് മെത്തേഡുകളും നമ്മളെ പഠന സംവിധാനങ്ങളും. നമുക്കൊന്ന് നോക്കി നോക്കാം. ട്രഡീഷണലായി നമ്മൾ നോക്കിയാൽ നമ്മളെ പഠന സംവിധാനം ഒരുപാട് കാലം നമ്മൾ പഠിക്കുന്നു. ആ പഠിക്കുന്നതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള പേർപ്പസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ളൊരു പേർപ്പസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്നത് മാർക്കിന് വേണ്ടിയിട്ട്, 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ആകുമ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 ആകുമ്പോൾ വീണ്ടും അഡ്മിഷന് വേണ്ടിയിട്ട്, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ജോബിന് വേണ്ടിയിട്ട്, ജോബ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മീനിങ് ഫുള്ളല്ലാത്തൊരു പർപ്പസ്ഫുള്ളല്ലാത്തൊരു പഠന സംവിധാനവും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് മെത്തേഡും നമ്മൾ ഫോളോ ചെയ്ത് പോന്നിരുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ടൊക്കെ ഇടും, പക്ഷേ അതിനൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, അതിനൊരു വാല്യബിൾ ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റോ ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സ്കില്ലും നോളജും അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് റിസൾട്ടൊന്നുമില്ല, പുറത്തേക്കൊന്നുമില്ല, എല്ലാം ഉള്ളിലേക്ക് മാത്രം ഒരുപാട് വർഷക്കാലം. അതിൽ നിന്ന് ചിന്തിച്ചിട്ട് ആൾട്ടർനേറ്റീവ് ബെറ്റർ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഇത് ആൾട്ടർനേറ്റീവ് മെത്തേഡ് വേറെ ഒന്നുമില്ല. നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ കാര്യം ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഫസ്റ്റ് പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നു. ഫസ്റ്റ് മീനിങ് ഫുള്ളായിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നു. പക്ഷേ അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കിട്ടുന്നു. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ ട്രെയിൻ അവർ സെൽഫ് ചെയ്യുന്നു, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നു. എന്തിന്? ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മീനിങ് ഫുള്ളായിട്ടുള്ള എഫർട്ട് ഒന്നുകൂടി ഇടുന്നു, ക്വാളിറ്റി കൂടുന്നു. ഈ ക്വാളിറ്റി കൂടുന്നത് റിയലൈസ് ആവുന്നു. അതിൽ നിന്നുള്ള മോട്ടിവേഷൻ എടുത്തിട്ട് വീണ്ടും നമ്മൾ സ്വയം അപ്സ്കിൽ ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ സ്കില്ലും നമ്മളെ നോളജും ആ ഒരു ഫീൽഡിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രണ്ടിനും വെച്ചും നമ്മളെ ക്വാളിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്, നമ്മളെ സ്കിൽ സെറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്, നമ്മളെ നോളജ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓരോ ട്രയലും ഓരോരോ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൺസിക്യൂട്ടീവായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അടുത്ത പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള നമ്മളെ സ്കിൽ ലെവൽ എത്തുമ്പോഴേക്കും ഒരുപാട് നല്ല ക്വാളിറ്റി കുറഞ്ഞിരുന്ന പ്രോഗ്രസീവായിട്ട് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അവസാനം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും, നമ്മളെ സ്കില്ലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി ആ സ്കില്ല് വീണ്ടും അപ്സ്കെയിൽ ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു സിസ്റ്റത്തിന് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഡ്രിവൺ വേൾഡാണ്, ഇൻഫർമേഷൻ റിച്ച് ആണ്, കണ്ടൻറ്റുകൾ നമ്മളൊക്കെ ഫീഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ടു മെനി ചോയ്സാണ് നമുക്ക്. നമ്മളെ കരിയർ ബിൽഡ് ചെയ്യാനും നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമ്മളെ പഠിക്കാനും ഒരുപാട് ചോയ്സ് നമുക്ക് ഇട്ടിരുന്നുണ്ട്. അതിന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മൾ മീനിങ് ഫുള്ളായിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിലൊരു ഫോക്കസ്ഡ് എഫേർട്ട് ഒരുപാട് കാലത്തേക്ക് നമ്മളെ ടൈമും എനർജി ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരും അത്രയും ടൈമും എനർജിയും ഫോക്കസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നമ്മളൊരു എക്സ്പേർട്ടായിട്ട് മാറും. വേറൊരു എക്സ്പേർട്ട് ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫീൽഡിൽ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാനും ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ഔട്ട്കം ആയിട്ട് വരുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും എക്സെപ്ഷണലായിരിക്കും. ആ പ്രോഡക്റ്റിന് വാല്യൂ ഉണ്ടാവും. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളവിടെ കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ എക്സ്പെർട്ടൈസിനും ഈ പൊതുജനങ്ങളവിടെ കാത്തു നിൽക്കുകയാണ്. അത് നമുക്ക് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും. 2 കേസ് സ്റ്റഡി പറയാം. ഇപ്പോൾ ജോബാണെന്ന് വിചാരിക്കുക. നമുക്ക് ഒരു പർപ്പസ് ഉണ്ട്, എനിക്ക് ജോബ് വേണം, എൻ്റെ ഡ്രീം ജോബാണ്. ആ ജോബിലേക്ക് ലാൻഡ് ചെയ്യണം. നമുക്ക് സ്കില്ലുകളൊന്നുമില്ല, നോളജുകൾ വളരെ കുറവാണ്. കോളേജിലൊന്നും കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല, ഫുള്ള് കളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കോളേജിൽ പോയത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജോബ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ലാൻഡ് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഓൺലൈനായി സെർച്ച് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ആ ഇൻ്റർവ്യൂ ചിലപ്പം പൊട്ടിപ്പോകും, മര്യാദ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോരാ, എൻ്റെ ലിസണിങ് സ്കില്ല് പോരാ, സ്പീക്കിംഗ് സ്കില്ലും പോരാ. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ആ ഒരു സ്കില്ല് സ്വയം പ്രാക്ടീസ് ചെയ്യാം, അപ്പ് സ്കില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പ് സ്കില്ല് ചെയ്തിട്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ ആ ഇൻ്റർവ്യൂവിൽ കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ കഴിയും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെനിഫിറ്റ് കണ്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് കിട്ടും, നമുക്ക് നോളജും ഇമ്പ്രൂവ് ആവും. രണ്ടാമത്തെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ക്രിയേഷനാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിനായിട്ട് വളരെ മാച്ചായി പോകുന്നൊരു
കേസ് സ്റ്റഡിയാണ് കണ്ടന്റ് ക്രിയേഷൻ. കണ്ടന്റ് ക്രിയേഷനെ പറ്റി ചിന്തിച്ച് നോക്കിയാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു ഡിഗ്രി ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റെക്കോർഡിംഗ് ആയാലും ഫിലിമിംഗ് ആയാലും ലൈറ്റിംഗ് ആയാലും സൗണ്ട് ആയാലും ഒരുപാട് കാര്യങ്ങൾ, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ക്യാമറ കോൺഫിഡൻസ്, നമ്മളെ സ്കില്ല്, സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു 2-3 വർഷം അതും ഫുള്ള് പഠിച്ചതിന് ശേഷം ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും, ഓൾറെഡി കിട്ടും. പക്ഷേ ആ 2-3 വർഷം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു, അങ്ങനെ സ്കിൽ ഡെവലപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ കണ്ടന്റ് ക്രിയേഷനിലേക്ക് പോയിട്ടില്ലെങ്കിൽ ആ ടൈം അവിടെ വേസ്റ്റാണ്. എഫക്റ്റീവ് യൂസ് അല്ല. വേസ്റ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എഫക്റ്റീവ് യൂസ് അല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ലോ ക്വാളിറ്റി വീഡിയോ കിട്ടും, വ്യൂസ് കുറവായിരിക്കും. വ്യൂസ് കുറവായ ആ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് കൂടുതൽ നമ്മൾ അപ്പ് സ്കിൽ ചെയ്യും. നമ്മൾ റെക്കോർഡിംഗ് എബിലിറ്റി കൂടും, നമ്മൾ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ എഡിറ്റിംഗ് സ്റ്റൈൽ മാറ്റാൻ തുടങ്ങും. അങ്ങനെ രണ്ടാമത്തെ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യും, ക്വാളിറ്റി ഒന്നുകൂടി കൂടും. അങ്ങനെ നമ്മൾ അപ്പ് സ്കില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ അപ്പ് സ്കില്ല് ചെയ്യും, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ പഠന രീതിയും സ്കിൽ ഡെവലപ്മെൻറ്റ് രീതിയും ഏത് ഫീൽഡായാലും ഡെവലപ്പ് ചെയ്താൽ വളരെയധികം എഫക്റ്റീവ് യൂസ് ഓഫ് ടൈം ആൻഡ് എനർജി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മീനിങ് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു ടുമോറോ.